ഫുഡ് സേഫ്റ്റി ഓഫീസർ എഴുതാൻ പോകുന്ന പല സ്റ്റുഡൻസ് കുറച്ച് ഫേക്ക് ന്യൂസസ് കണ്ടിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതായത് ഒക്ടോബറിൽ എക്സാം ഉണ്ടെന്നുള്ളൊരു ഫേക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട് ഒക്ടോബറിൽ. അതിൽ FSO ഇല്ല എന്നുള്ളത് നമുക്കൊരു അടുത്തൊരു സെക്കൻഡ് ചാൻസ് ആയിട്ട് നമുക്കത് കാണാം. പലരും പഠിച്ചു തുടങ്ങാത്തവരുണ്ട്, പഠിച്ചു തുടങ്ങിയവരുണ്ട്, എങ്കിലും എങ്ങും എത്തിയിട്ടുണ്ടാവില്ല. ആരും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടില്ല. പഠിക്കാൻ തുടങ്ങുന്നവർ പഠിക്കണോ, ഇനി അതിനുള്ള സമയമുണ്ടോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഒക്ടോബറിൽ എക്സാം ആണെങ്കിൽ ഇനി ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു ടെൻഷനായിരിക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ദൈവം നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ പഠിക്കാൻ തന്നിട്ടുണ്ട്. ഈ ഒക്ടോബറിലും എക്സാം ഇല്ല. അപ്പോൾ ഇപ്പോൾ വേറെ കുറച്ച് റൂമർ കേൾക്കുന്നത് അടുത്ത വർഷമേ ഇനി കാണത്തുള്ളൂ, അതായത് ജനുവരി ഫെബ്രുവരിയിലേ കാണത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കും ന്യൂസുകൾ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട. എന്നെങ്കിലും എക്സാം വരട്ടെ, അതിപ്പോൾ ഡിസംബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജനുവരി ആയിക്കോട്ടെ, നമ്മൾ എത്രത്തോളം പഠിച്ച് തീർത്തു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ ഒന്നേന്ന് തുടങ്ങുക, സിലബസ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം നമുക്കുള്ളത് 2020 സിലബസ് മാത്രമേ ഉള്ളൂ. ആ സിലബസ് വെച്ച് ചെയ്യുക. അതിൽ CRPC തൽക്കാലം പഠിക്കേണ്ട, കാരണം CRPC ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജനറലായിട്ടുള്ള ആ 3 ടോപ്പിക്സ്, അതായത് ഇംഗ്ലീഷ്, മെൻ്റൽ എബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പഠിക്കേണ്ട. ബാക്കി അതായത് അഗ്രികൾച്ചർ, വെറ്റിനറി, ഫുഡ് ടെക്നോളജി, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നന്നായിട്ട് പഠിച്ചു പോവുക. ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ബുക്ക് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ തിയറി ബുക്കും MCQ ബുക്കും ഉണ്ട്. ഇനി പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അവരും ഇനി ഓർഗനൈസ് ചെയ്ത് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഞാൻ 2 രീതിയിലുള്ള ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ഓരോ മാസത്തിലും ടൈം ടേബിൾ ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റിലെ ടൈം ടേബിൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ജൂൺ ജൂലൈ നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ ആ ടൈം ടേബിൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ MCQ ബുക്ക് വാങ്ങിയവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ രാഹുലാണ് ആ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത്. ആ ഗ്രൂപ്പിൽ പ്രത്യേകം നമ്മളൊരു ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം, നിങ്ങൾ ടൈം ടേബിൾ അനുസരിച്ച് തിയറി ബുക്ക് വായിക്കുകയും അതോടൊപ്പം അന്നത്തെ MCQസും കൂടെ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ഡിസ്കഷൻ നടത്താവുന്നതാണ്. അങ്ങനെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അത് വാട്സപ്പിലെ ഡിസ്കഷൻ ഗ്രൂപ്പാണ്. പക്ഷേ അത് MCQ വാങ്ങിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. ഇനി അതില്ലെങ്കിൽ നിങ്ങൾ തിയറി മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ തിയറിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു അവസരം നിങ്ങൾക്ക് കിട്ടത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ പേടിച്ചതുപോലെ എക്സാം വന്നില്ല, കുറച്ചും കൂടെ സമയം നമുക്ക് കിട്ടിയേക്കുകയാണ്. ഉള്ള സമയം ഇനിയെങ്കിലും പഠിച്ചാലും നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. FSO ഒരിക്കലും ബാലികേറാമലയൊന്നും അല്ല. ഒരുപാട് പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർക്ക് പോലും ജോബ് കിട്ടിയിട്ടുണ്ട്. അവരത്രയും പഠിച്ചായിരുന്നോ എന്ന് പോലും സംശയമായിരുന്നു. പക്ഷേ അവർക്ക് കിട്ടി. അപ്പോൾ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി. ഉള്ള സമയം നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഡെയിലി ഫിക്സഡ് ടൈം തന്നെ വെക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ സമയമൊന്നും ഒട്ടും കാണില്ല എങ്കിൽ തന്നെ രാത്രിയിലോ രാവിലെ എപ്പോഴെങ്കിലും ഒരു ഫിക്സഡ് ഒരു 3 മണിക്കൂറിനായിട്ട് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തിയറിയും MCQയും പഠിക്കുക. MCQ ബുക്കിൻ്റെയും തിയറി ബുക്കിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ടെലിഗ്രാമിൽ ചോദിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റായിട്ട് ചോദിക്കാം. ഏത് രീതിയിലാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത്ര. നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. എല്ലാ മെസ്സേജിനും റിപ്ലൈ ഒന്നും കൊടുക്കാൻ കഴിയാറില്ല. പക്ഷേ ആദ്യം കാണുന്ന മെസ്സേജിനെല്ലാം റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടാവും. നന്നായിട്ട് പഠിക്കുക.